നീറ്റ് യു.ജി. വിവാദവുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ CJP വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനിടെ തെറ്റായ വിവരങ്ങളും കിംവദന്തികളും പ്രചരിപ്പിച്ചതിൽ 480 സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അക്കൗണ്ടുകളും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതെന്ന് കണ്ടെത്തി ഡൽഹി പോലീസ്. ഇവയെല്ലാം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തും ഇതേ എണ്ണം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പാകിസ്ഥാനിൽ നിന്നും സജീവമായിരുന്നെന്നും നിലവിൽ ആളുകളെ പ്രകോപിപ്പിക്കാനും രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ തിരിക്കാനും സാഹചര്യം മുതലെടുക്കാൻ ഈ അക്കൗണ്ടുകൾ ശ്രമിച്ചു വരികയാണെന്ന് ഡൽഹി DCP സുമിത് ഷാ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓൺലൈനിൽ പ്രചരിക്കുന്ന വ്യാജ ഉള്ളടക്കങ്ങളിൽ ചെന്ന് പെടരുതെന്ന് ഡൽഹി പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ ഈ അക്കൗണ്ടുകൾ സജീവമായി പ്രചരിപ്പിച്ചു. പൗരന്മാരെ പ്രകോപിപ്പിക്കുക, വിദ്യാർത്ഥി വികാരങ്ങൾ കൈകാര്യം ചെയ്യുക, പ്രക്ഷോഭകരെ വഴിതിരിച്ചു വിടുക എന്നിവയായിരുന്നു ഈ വിദേശ അക്കൗണ്ടുകളുടെ ലക്ഷ്യം. പോസ്റ്റുകൾ ശ്രദ്ധാപൂർവം വസ്തുതാ പരിശോധന നടത്താനും സ്ഥിരീകരിക്കാത്ത ഡിജിറ്റൽ ഉള്ളടക്കമോ കിംവദന്തികളോ പങ്കിടുന്ന ഒഴിവാക്കാനും പോലീസ് വിദ്യാർത്ഥികളോടും യുവാക്കളോടും അഭ്യർത്ഥിച്ചു. ഇതുവരെ 400-ലധികം പാക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ സാഹചര്യം മുതലെടുത്ത് വ്യാജ ഉള്ളടക്കവും കിംവദന്തികളും പ്രേരിപ്പിക്കുന്നു. അവ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഡൽഹി DCP പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ സജീവമായിരുന്ന അതേ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തന്നെയാണ് ഇപ്പോഴും എത്തിയിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഏതെങ്കിലും ഒരു വ്യാജ പോസ്റ്റ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത വീഡിയോയിൽ അജ്ഞാത ഹാൻഡിൽ നടത്തുന്ന പോസ്റ്റുകൾ ഇവയിൽ പ്രകോപിതരാകരുതെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പോസ്റ്റ് പങ്കിടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വസ്തുത പരിശോധിക്കണം. വിദ്യാർത്ഥികൾ കിംവദന്തികൾ പ്രചരിപ്പിക്കരുത്. യുവാക്കളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ഒരു സാമൂഹിക വിരുദ്ധരെയും അനുവദിക്കരുത്. സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള പൗരന്മാരുടെ അവകാശത്തെ ഡൽഹി പോലീസ് ബഹുമാനിക്കുന്നെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധം കുട്ടികളുടെ അവകാശമാണ്. ഡൽഹി പോലീസ് അവകാശത്തെ ബഹുമാനിക്കുന്നു. അതിൻ്റെ അർത്ഥം കിംവദന്തികൾ പ്രചരിപ്പിക്കുകയോ വസ്തുതകൾ പരിശോധിക്കാതെ ഏതെങ്കിലും ഒരു പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യണം എന്നതല്ല എന്നും ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. हमने नोटिस किया है कि सोशल मीडिया में कुछ मिस इन्फॉर्मेशन फैलाने की कोशिश की जा रही है. अभी तक 400 से ज्यादा पाकिस्तानी सोशल मीडिया हैंडल्स आइडेंटिफाई किए जा चुके हैं जो इस सिचुएशन का फायदा उठाते हुए फेक कंटेंट और र्यूमर्स स्प्रेड कर रहे हैं. उनको ब्लॉक कराया जा रहा है. ये वही सोशल मीडिया हैंडल्स हैं जो ऑपरेशन सिंदूर के दौरान भी एक्टिव थे. उनका सिर्फ एक ही मकसद है, लोगों को भड़काना और स्पेशली स्टूडेंट्स का ध्यान भटकाना. मेरी आपसे अपील है कि बच्चों की सेफ्टी के लिए किसी भी फेक पोस्ट, एडिटेड वीडियोस या एनोनिमस हैंडल से किया हुआ कोई भी पोस्ट के भड़कावे में ना आए. किसी भी पोस्ट को शेयर करने से पहले फैक्ट चेक करो, र्यूमर्स को स्प्रेड मत करो और किसी भी एंटी सोशल एलिमेंट्स को अपने इमोशंस का कंट्रोल मत लेने दो. याद रखो कि पीसफुल प्रोटेस्ट करना आपका अधिकार है और दिल्ली पुलिस इस अधिकार का रिस्पेक्ट करती है. जय हिंद.